ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്നല്ലേ? ടു മൈസൂർ പാലസ്. മൈസൂർ കൊട്ടാരം കാണാൻ സ്വപ്നം കണ്ട രാത്രി ഉറങ്ങിയെങ്കിലും രാവിലെ എഴുന്നേക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ വൈകി. ചുരം കയറി ബോർഡറും താണ്ടി അങ്ങനെ 167 കിലോമീറ്റർ പിന്നിട്ടാലാണ് കൂത്തുപറമ്പിന്ന് മൈസൂരിലേക്ക് എത്തുക. അതിരാവിലെ 4 മണിക്ക് ചുരം കയറണം. അതാണ് രസം. ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ 9 മണിയെങ്കിലും ആയെന്ന് തോന്നുന്നു. കൂത്തുപറമ്പ് ഇരിട്ടി വഴി കൂട്ടുപുഴ പാലവും കടന്ന് അങ്ങനെ ചുരം കയറണം. ചുരം കയറി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാനൊക്കെ തോന്നും, പക്ഷേ ഓടരുത്. അങ്ങനെ കാടും മേടും താണ്ടി ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി ഏകദേശം 45 കിലോമീറ്ററോളം ഉണ്ട്, അതായത് 1 മണിക്കൂർ. ഇപ്പം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഞങ്ങൾ വിശന്ന് ആകെ വലഞ്ഞിരിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ മൈസൂർ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ടിപ്പു സുൽത്താന്റെ പ്രതിമ. മൈസൂർ പാലസിനെ പറ്റിയുള്ള ചരിത്രമൊക്കെ വഴിയെ പറയാം. ഉച്ചയായി വിശന്ന് വലഞ്ഞങ്ങനെ നിൽക്കുമ്പോഴാണ് കേരള സ്റ്റൈലിൽ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത്, കൈരളി ഹോട്ടൽ. ഞങ്ങൾ അവിടെ കയറിയിരുന്ന് ഫുഡ്സൊക്കെ നോക്കിയെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും പിന്നെ ഗോപി മഞ്ചൂരിയാണ്. വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ നേരെ പാലസിലോട്ട് വിട്ടു. ഇനി ചരിത്രം. കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരിലെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരമാണ് മൈസൂർ പാലസ്. മൈസൂർ ഭരിച്ചിരുന്ന വോഡിയർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. 14-ാം നൂറ്റാണ്ടിലെ ഓഡിയർ രാജാക്കന്മാർ നിർമ്മിച്ച ഈ കൊട്ടാരം പിന്നീട് തീപിടുത്തം മൂലം തകരുകയും 18-ാം നൂറ്റാണ്ടിലെ ടിപ്പു സുൽത്താൻ മൈസൂർ കീഴടക്കിയതോടെ ഇത് പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. എന്നാൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ പരാജയപ്പെടുത്തി ഈ കൊട്ടാരം ഓഡിയർ രാജാക്കന്മാർക്ക് തന്നെ തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് വാസ്തുശില്പിയായിരുന്ന ഹെൻറി ഇർവിന്റെ നേതൃത്വത്തിൽ 1897 തുടങ്ങി 1912 പണി പൂർത്തീകരിച്ച, അതായത് പുനർനിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിന്റെ രൂപമാണ് ഇന്ന് നാം കാണുന്ന മൈസൂർ പാലസിനുള്ളത്. തൽക്കാലം ചരിത്രം നിർത്തുന്നു. പാലസിന് തൊട്ടടുത്തായുള്ള ഗ്രൗണ്ടിൽ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. 70 രൂപയായിരുന്നു പാർക്കിംഗ് ഫീ. ഇതാണ് മൈസൂർ പാലസിന്റെ ഏറ്റവും വലിയ ഗേറ്റ്. അംബാവിലാസം എന്നറിയപ്പെടുന്ന ഈ ഗേറ്റിലൂടെയാണ് നമുക്ക് മൈസൂർ പാലസിലേക്ക് എത്തേണ്ടത്. ആദ്യം ഈ ഗേറ്റിന് മുമ്പിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഒടുക്കത്തെ തിരക്കിന് ശേഷം ഞങ്ങളങ്ങനെ മൈസൂർ പാലസിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ദൂരെ നിന്നിട്ടുള്ളൊരു വ്യൂ. ഈ പാലസിന് ചുറ്റുമായിട്ട് ഒരുപാട് പൂന്തോട്ടങ്ങളും പൂക്കളും ഉണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെരുപ്പിട്ട് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻട്രൻസിൻ്റെ അടുത്തായിട്ടുള്ള ക്ലോക്ക് റൂമുകളിലാണ് അത് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഞാനും വിച്ചു അങ്ങനെ എൻട്രൻസിലൂടെ നടന്ന് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത്. ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. പാലസ് കാണാൻ അവിടെ എത്തിച്ചേർന്നവരുടെ കൂടെ ഞങ്ങളും അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നീങ്ങുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാവരുടെയും കണ്ണിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നല്ലേ? ഇത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഈ പീരങ്കികൾ തന്നെ. ഇത് ടിപ്പു സുൽത്താൻ സ്വന്തമായിട്ടുണ്ടായിരുന്ന പീരങ്കികളായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ പരാജയപ്പെടുത്തി ഇത് വോഡയ രാജാക്കന്മാർക്ക് സമ്മാനിക്കുകയാണ് ചെയ്തത്. കൊട്ടാരത്തിൻ്റെ മേൽഭാഗത്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കൊത്തുപണികളും ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആനത്തലകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പണ്ട് വോഡയ രാജാക്കന്മാർ
ജനങ്ങൾക്ക് ശല്യമായിരുന്ന ആനക്കൊമ്പന്മാരെ വകവരുത്തി അതിൻ്റെ തല ഇവിടെ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ശരിക്കുള്ള ആനയുടെ തല സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ കൊമ്പുകളും കണ്ണുകളും മാത്രമാണ് ഒറിജിനലായിട്ട് ഇല്ലാത്തത്. അവിടുന്ന് പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് മൈസൂർ കൊട്ടാരത്തിൻ്റെ പഴയൊരു രൂപം അവിടെ കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എനിക്ക് മിസ്സായി, അത് ഗോൾഡൻ അമ്പാരിയാണ്. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാം. അത് ഭയങ്കര റഷായിരുന്നുകൊണ്ട് എനിക്കത് ഫോണിൽ പകർത്താൻ പറ്റിയില്ല. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ചില്ലിൻകൂട്ടിനുള്ളിൽ ഒരുപാട് വസ്തുക്കൾ. പിന്നീട് നമ്മൾ എത്തിപ്പെടുന്നത് ഇതുപോലെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉള്ള ഒരു വലിയ ഹാളിലോട്ടാണ്. ഈ വലിയ ഹാളിൽ വെച്ചിട്ടാണ് മാരേജ് സെറമണീസൊക്കെ നടന്നിരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നെപ്പോലെ തന്നെ അവിടെ എത്തിയിരുന്ന എല്ലാവരെയും വണ്ടറടിപ്പിച്ച ഒരു പ്ലേസ് ആയിരുന്നു ഇത്. ആ യെല്ലോ ലൈറ്റ് ഷെയ്ഡും പിന്നെ കൊത്തുപണികളും തൂണുകളും അതിൻ്റെ ഒരു മേൽക്കൂരയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഉണ്ടായിരുന്നു. ഈ മെയിൻ ഹാളിൽ നിന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഈ ഓടയാർ രാജകുടുംബത്തിലെ രാജാംഗങ്ങളുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഒരു ഹാളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഈ രാജകൊട്ടാരത്തിലെ രാജാ രവിവർമ്മ വരച്ച 2 ചിത്രങ്ങൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ഇത് കൃഷ്ണരാജ എന്ന ഓടയാർ രാജ ഫാമിലിയുടെ ചിത്രങ്ങളാണ്. പിന്നീട് നമ്മൾ എത്തിപ്പെടുന്നത് ഇങ്ങനെ ചന്ദനത്തിൽ പണിത ചെറിയ പെട്ടികൾ അടങ്ങുന്ന ഒരു ഹാളിലേക്കാണ്. ഈ പെട്ടികളിലാണ് പണ്ട് രാജാക്കന്മാർക്ക് ഇൻവിറ്റേഷൻസ് കൊടുത്തിരുന്നതിൻ്റെ ഒപ്പം സമ്മാനങ്ങൾ നൽകിയിരുന്നതെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ മെയിൻ ഹാളിലെ ആ ഹാളിലോട്ട് തന്നെയാണ് വീണ്ടും നമ്മൾ പോകുന്നത്. അതായത് ഇങ്ങനെ ചുറ്റിക്കിടക്കുകയാണ്, ആ ഒരു ക്യൂയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വേറൊരു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതായത് ഈ കൊട്ടാരത്തിന് നടുക്കായിട്ട് ഒരു നടുമുറ്റം പോലെ കാണപ്പെടുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഇതിൻ്റെ അങ്ങ് അറ്റത്തായിട്ട് വെങ്കലത്തിൽ പണിതീർത്ത 2 പുലികളുടെ പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റും. 2ാം നിലയിലോട്ട് കയറി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പൈറൽ രീതിയിലുള്ള കോണിപ്പടിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയത് ചെയർ റൂമിലോട്ടാണ്. ഇവിടെ ഒരു വലിയ കണ്ണാടിയുണ്ട്. അതുപോലെ തന്നെ സിൽവറിലും ക്രിസ്റ്റലിലും ഒക്കെ, അതായത് ക്രിസ്റ്റൽ ഗ്ലാസ്സിലും ഒക്കെ പണിതീർത്തിട്ടുള്ള ചെയറുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് വെറൈറ്റി ആയി തോന്നിയ ഒരു പ്ലേസ് ആണിത്. ഇതാണ് ദർബാർ ഹാൾ. ഇവിടെ വെച്ചാണ് രാജകൊട്ടാരത്തിലെ പൂജകളൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റിലെത്തിയിട്ട് നിൽക്കും. ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ എൻട്രി എന്ന് പറയുന്ന മെയിൻ ഭാഗം. നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും എന്താല്ലേ, അരെ വാ, ഇങ്ങനെ ഫുൾ ലൈറ്റായിട്ട് നമ്മുടെ മൈസൂർ പാലസ് ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു കോമ്പൗണ്ട് മുഴുവൻ ഇങ്ങനെ ലൈറ്റ്സ് ആയിട്ട് നമുക്കിങ്ങനെ ഭയങ്കര ഭംഗിയാണ്. അത് നേരിട്ട് കാണാൻ തന്നെ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മൈസൂരത്തെ വിശേഷങ്ങൾ. ഉറപ്പായിട്ട് സമയം കിട്ടുമ്പോൾ എല്ലാവരും മൈസൂർ വരെ ഒന്ന് നമ്മളെ ചുരമൊക്കെ കയറി ഒന്ന് വരണം, കാഴ്ചകളൊക്കെ കാണണം. അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തില്ല, ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക് വിട്ടു. ബാംഗ്ലൂരത്തെയും കുറച്ച് വിശേഷങ്ങളുണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങളുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീട്ടിലാണ്, ഫ്ലാറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. വൈശാഖേട്ടനും മൃദുശേച്ചിയും, വിച്ചുൻ്റെ ചേട്ടനും ചേച്ചിയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.